നമസ്കാരം. തമിഴ്നാട്ടിൽ തിരുപ്പുറംകുന്றம் വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ് എന്നുള്ളതല്ല, അതിനുമപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ വിധിയെ അവഗണിച്ച് സ്റ്റാലിൻ സർക്കാരിൻ്റെ മുൻ നടപടികൾ തന്നെ, അതായത് ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ധ്വംസിക്കുന്ന തരത്തിലുള്ള നടപടികൾ തന്നെ തുടർന്നു പോകുവാനാണ് ഇപ്പോഴത്തെ തമിഴക വെട്രിക്കഴകം ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അടിസ്ഥാനപരമായി സ്റ്റാലിൻ സർക്കാരിൻ്റെ കാര്യം പിന്നോട്ടൊന്ന് ചിന്തിച്ചാൽ, സ്റ്റാലിൻ സർക്കാരിൻ്റെ കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരുപ്പുറംകുന്றம் മലയിൽ മുരുകന് വേണ്ടിയിട്ട് ഒരു ജ്യോതിസ്ഥാനമുണ്ട്. വളരെ ഉയരത്തിൽ, നമ്മുടെ മകരജ്യോതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ജ്യോതിസ്ഥാനം, എല്ലാവർക്കും കാണുന്ന തരത്തിലൊരു ദീപം തെളിയിക്കൽ അവിടെ നടന്നുകൊണ്ടിരുന്നു വർഷങ്ങളായി തന്നെ. അതും നൂറുകണക്കിന് വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായെന്ന് ചരിത്രരേഖകൾ, അതും ആ കോവിലിൻ്റെ തന്നെ കൽവെട്ടുകൾ എന്ന് പറയുന്നത് ഈ ചുവരുകളിൽ അല്ലെങ്കിൽ തൂണുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശിലാലിഖിതങ്ങളാണ്. അതിനെ തമിഴിൽ കൽവെട്ടുകളെന്ന് പറയും. ആ കൽവെട്ടുകൾ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ആ ഒരു ആചാരം അവിടെ തുടർന്നു വരുന്നു. അതിനെ തടയുവാൻ വേണ്ടി ഇസ്ലാമിക ശക്തികൾ ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കുറച്ചു കാലം മുമ്പ് അവിടെ വന്ന ഒരു കുഴിമാടത്തിന് വേണ്ടിയിട്ട് ഏതോ ഒരു സിദ്ധൻ്റെ, അവരുടെ ഒരു സന്യാസി എന്ന് പറയുവാൻ സാധിക്കില്ല, അവരുടെ ഏതോ ഒരു ആരാധ്യ പുരുഷനാണെന്ന് സികന്ദർ ഭക്ത അങ്ങനെ പറയുന്നൊരു ആളുടെ കുഴിമാടം അവിടെ ഉള്ളത് കൊണ്ട് ഈ ഒരു ദീപം തെളിയിക്കൽ അവിടെ നടത്തുവാൻ പാടില്ല. തന്നെയുമല്ല, അവിടെ മാംസാഹാരങ്ങൾ ഞങ്ങൾ പാചകം ചെയ്ത് കഴിക്കും, ആടിനെ അറക്കും, ഇതെല്ലാം ചെയ്യും എന്നുള്ളൊരു രീതിയിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജോസഫ് വിജയുടെ സർക്കാർ ഇപ്പോൾ പറയുന്നത്, ഹൈക്കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ പോലും അത് ദീപം തെളിയിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹൈക്കോടതി വിധിയെക്കുറിച്ച് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജസ്റ്റിസ് ജി സ്വാമിനാഥൻ വളരെ കൃത്യമായി ആ ദീപം തെളിയിക്കുവാനുള്ള, കാർത്തികേയ ദീപം തെളിയിക്കുവാനുള്ള അവസരം ഹൈന്ദവ സംഘടനകൾക്കും ഹിന്ദുമത വിശ്വാസികൾക്കും നൽകണമെന്ന് വ്യക്തമായി വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജിഹാദി പ്രകടനത്തിന് വേണ്ടിയിട്ട് സ്റ്റാലിൻ്റെ സർക്കാർ, DMK ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൽ ജസ്റ്റിസ് ജി സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യുവാനുള്ള ഒരു നീക്കം പോലും നടത്തിയിരുന്നു. അത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏതാണ്ട് അതേ പാതയിലൂടെ തന്നെയാണോ ജോസഫ് വിജയും നീങ്ങുന്നത് എന്ന് സംശയിക്കുവാൻ ന്യായമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജോസഫ് വിജയുടെ സർക്കാരിൽ അല്ലെങ്കിൽ ജോസഫ് വിജയുടെ കൂട്ടത്തിലുള്ള തമിഴക വെട്രിക്കഴകത്തിൻ്റെ MLA-മാരും മന്ത്രിമാരും ഒക്കെ അവരുടെ പശ്ചാത്തലമൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ പ്രീണനത്തിൻ്റെ ഒരു കാരണം മനസ്സിലാകും. ഏറ്റവും നല്ല ഉദാഹരണം, തമിഴക വെട്രിക്കഴകത്തിൻ്റെ മധുര MLA സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു പോളിസി കൈക്കൊണ്ടിരുന്ന DMK-യുടെ ഒരു നയമുണ്ടല്ലോ. ആ ഉദയനിധി സ്റ്റാലിനെ പോലുള്ളവർ പ്രചരിപ്പിച്ചിരുന്ന ഒരു നയം അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രത്തെ തന്നെയാണ് തങ്ങളും പിന്തുടരുന്നത്. താൻ രാഷ്ട്രീയത്തിൽ വന്നത് തന്നെ സനാതനധർമ്മത്തെ നശിപ്പിക്കുവാനാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള, അതിനുള്ള ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് ഈ ശംസുദ്ദീൻ എന്നുള്ളവർ. ആ ധൈര്യം നമ്മളോട് പറയുന്നത് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള ജിഹാദി ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് വിജയ് അധികാരത്തിലെത്തിയത് എന്നുള്ളതാണ്. അതാണ് അവരുടെ ധൈര്യം. അല്ലാതെ അത്തരത്തിലൊരു ധൈര്യം വരേണ്ട കാര്യമില്ല. ഉദയനിധി സ്റ്റാലിൻ്റെ ധൈര്യം DMK എന്നുള്ള 68 വർഷം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള പരിചയമുള്ളൊരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ, പ്രാദേശികമായി പറയുകയാണ്, വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയായിരുന്നു. ഈ ശംസുദ്ദീനെ പോലെ ഇന്നലെ വരെ ആരും അറിയാതിരുന്നൊരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ധൈര്യം വരണമെങ്കിൽ അത് കൃത്യമായിട്ട് വിജയെ അധികാരത്തിലെത്തിക്കുവാൻ തൻ്റെ പിന്നിലുള്ള ജിഹാദി ശക്തികളും പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള ധൈര്യം തന്നെയായിരിക്കണം. മറ്റൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, തമിഴ്നാട് നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ തന്നെ ഒരു പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട, സ്വയം പ്രഖ്യാപിത ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം സ്പീക്കറാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി കടലോരങ്ങളിലും ബസ്സുകളിലുമെല്ലാം ബൈബിൾ വിതരണമായിരുന്നു. ബൈബിൾ വായിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയുടെ ആദ്യ സമ്മേളനം തന്നെ തുടങ്ങിയത്. ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഭാരതം എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്, ഒരു പ്രദേശമാണ്, ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഏത് മതത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയ്ക്കെതിരല്ലാത്ത ഏത് വചനങ്ങളും ആർക്കും എവിടെയും ഉദ്ധരിക്കാം. അത് ഭരണഘടനയുടെ ഒരു അനുവദിക്കപ്പെട്ട വൃത്തങ്ങൾക്കുള്ളിൽ നിന്ന്, അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ ധ്വംസിക്കുകയോ ഹനിക്കുകയോ ചെയ്യുന്നൊരു പ്രക്രിയ ജോസഫ് വിജയും MK സ്റ്റാലിനെ പോലെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രത്യേകിച്ച് അണ്ണാമലൈ ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുമായി മുന്നോട്ട് വരുവാൻ പദ്ധതിയിടുമ്പോൾ, രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിനെ
അപ്പുറത്തേക്ക് അണ്ണാമലൈ ലക്ഷ്യമിടുന്നത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലെ സന്ദേശം അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം നമുക്ക് സ്വീകരിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്തേക്ക് തമിഴ്നാടിൻ്റെ പാരമ്പര്യമുയർത്തി, പാരമ്പര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചു, പാരമ്പര്യമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുവരെ നടപ്പ് രീതികളാണ്, തമിഴ്നാടിൻ്റെ പാരമ്പര്യമല്ല. അതിനെയെല്ലാം പിന്തള്ളി അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ഒതുക്കി വെച്ച് തമിഴ്നാടിൻ്റെ യഥാർത്ഥ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് അണ്ണാമലൈ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയം അണ്ണാമലയുടെ മുൻപിലേക്ക് ഇപ്പോൾ ഉയർന്നു വന്നാൽ അത് കയ്യിലെടുത്ത് അതിനു വേണ്ടി രംഗത്തിറങ്ങാതെ അണ്ണാമലൈക്ക് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക അസാധ്യമായി തന്നെ വരും. കാരണം ഹൈന്ദവ മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ അണ്ണാമലയുടെ മേൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട്. ഞാൻ BJPയുടെ കാര്യമല്ല പറയുന്നത്, അണ്ണാമലൈ എന്നുള്ള വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. ആ നേതാവിൻ്റെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തിരുപ്പുറംകുന്றம் വിഷയം കയ്യിലെടുക്കുകയാണെങ്കിൽ അണ്ണാമലൈ ജോസഫ് വിജയ് നേർക്ക് നേരുള്ള പോരാട്ടം എന്നുള്ളത് പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ യാഥാർത്ഥ്യമായി തമിഴ്നാട്ടിൽ വന്ന് ഭവിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇനി ഹൈക്കോടതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനമോ അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയുടെ ഒരു ലംഘനമോ ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ജസ്റ്റിസ് സ്വാമിനാഥനെ പോലെയുള്ളവർ ഏതെങ്കിലും ഒരു ഹർജി അവരുടെ മുമ്പിലെത്തിയാൽ അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുമെന്നുള്ള കാര്യവും ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉറപ്പാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിധി ലംഘനം സ്റ്റാലിൻ സർക്കാരിൻ്റെ കാലത്ത് നിരവധി തവണ നടന്ന് ഒടുവിൽ കുപിതനായും നിരാശനായും ജസ്റ്റിസ് സ്വാമിനാഥൻ ഒരുപാട് തവണ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് കോടതി വിധികളിലൂടെ. ആ വിധി പകർപ്പുകളിൽ അദ്ദേഹം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, കോടതിയുടെ വിധിയെ അതിലംഘിച്ച് സർക്കാരിൻ്റെ ഇത്തരം നടപടികൾ നിരാശാജനകമാണ്, ഐ ആം ടയേർഡ് എന്ന് അദ്ദേഹം, ഞാൻ ക്ഷീണിതനാണ്, അതായത് മനസ്സുകൊണ്ട് ക്ഷീണിതനാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കാരണം. അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ജോസഫ് വിജയുടെ സർക്കാരും കയ്യിലെടുക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുമെന്നുള്ളത് മാത്രമല്ല, നിയമ സംവിധാനങ്ങൾ, ന്യായാധിപ സ്ഥാനങ്ങൾ കൃത്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തുകയും ഹൈന്ദവ സംഘടനകൾക്ക് അനുകൂലമായൊരു വിധി ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി ഉണ്ടായില്ലെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള ഈ ജ്യോതി തെളിയിക്കൽ, ഈ കാർത്തിക ദീപം തെളിയിക്കൽ ഉറപ്പാക്കണമെന്നുള്ളൊരു വിധിയും കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ പിന്നീട് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ വിജയുടെ പിന്തുണയിൽ അല്ലെങ്കിൽ വിജയെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തി എന്ന് അഹങ്കരിക്കുന്ന ശക്തികൾ ഒരുപക്ഷെ തെരുവിലിറങ്ങി അതിനെതിരെയുള്ളൊരു പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും അത് അക്രമാസക്തമാകുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അങ്ങനെ പോവുകയാണെങ്കിൽ വിജയുടെ പ്രതികരണം എന്തായിരിക്കും, ആ ഒരു സ്ഥിതിവിശേഷത്തെ വിജയ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച്, തമിഴ്നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാൾ പോലൊരവസ്ഥയിലേക്കാണ് തമിഴ്നാട്ടിൽ പലയിടത്തും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജിഹാദി ശക്തികൾ ഒരു വശത്ത്, SDPI പോലുള്ള ഭീകരവാദ സംഘടന എന്ന് ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ കരമാണ് SDPI എന്നുള്ളത് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു സ്വാധീനം ഒരു വശത്ത്, തന്നെയുമല്ല ഈ ഷംസുദ്ദീനെ പോലുള്ള അവർ പരിഷ്കരിച്ച് സ്വാംശീകരിച്ചെടുത്ത പുതിയ ജിഹാദികൾ, SDPIയുമായിട്ടൊന്നും നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഫലത്തിൽ ഒരു ജിഹാദി തന്നെ എന്നുള്ള തരത്തിൽ ഭരണസ്ഥാനങ്ങളിലിരിക്കുന്ന ഇത്തരത്തിലുള്ള ജിഹാദികൾ, മറുവശത്ത് ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ കാണുന്ന എനിക്കുണ്ടേലെന്ന ഇല്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളും രീതിയിലുള്ള ഇവാഞ്ചലിസ്റ്റുകളല്ല. കന്യാകുമാരി മുതൽ പല മേഖലകളിലും വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള സ്വാധീന ശക്തിയും സാമ്പത്തിക ശക്തിയും എല്ലാമുള്ള ഗുണ്ടാ സംഘങ്ങളായി തന്നെ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ സ്വാധീനം മറുവശത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട് ഹൈന്ദവ സമൂഹം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബംഗ്ലാദേശി ജിഹാദി പ്രീണനത്തിൽ എങ്ങനെ ഞെരിഞ്ഞമർന്നോ അതുപോലെ അമരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി കാത്തിരുന്ന് കാണേണ്ടത് വിജയ്യുടെ സർക്കാർ കൃത്യമായിട്ട് കാർത്തികേയ ദീപം തെളിയിക്കുവാനുള്ള സമയമാകുമ്പോൾ എന്ത് നടപടിയെടുക്കും. ഇപ്പോൾ നമുക്കറിയുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആചാരം അനുഷ്ഠിക്കുവാനുള്ള അനുവാദം ഹൈന്ദവ ഭക്തർക്ക് തിരുപ്പുറംകുன்றത്ത് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിഷേധങ്ങൾ ശക്തമാകും. അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് അണ്ണാമലൈ എത്തുക കൂടി ചെയ്താൽ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ പ്രക്ഷുബ്ധമാകും.
ആ പ്രക്ഷുബ്ധമാകുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു മന്ഥനം നടക്കും. എല്ലാ പ്രദേശങ്ങളിലെയും നിങ്ങൾ ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും, എല്ലാ ചരിത്രാതീത കാലം മുതൽ തന്നെ ഇത്രയും അധികം പ്രശ്നങ്ങളും ധ്വംസനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവസാനം എല്ലാം കൂടി കലങ്ങിമറിയും. ആ കലങ്ങിമറിയലിനെ ഒരു മന്ഥനമെന്ന് വേണമെങ്കിൽ പറയാം. പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ ആദ്യം വിഷം പുറത്തു വരും, പിന്നെ അമൃത് പുറത്തു വരികയുള്ളൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് തമിഴ്നാട് പോകുന്നത് ദൗർഭാഗ്യകരമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈനംദിന ജീവിതവുമായി മുന്നോട്ട് പോകുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ വരും തലമുറയ്ക്ക് അത് ഗുണകരമായി തന്നെ ഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംവാദങ്ങൾ ഏറെയൊന്നും ഉയർന്നു കാണാറില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള സംവാദം ഭാരതത്തിൻ്റെ, നമ്മുടെ തമിഴ്നാടിൻ്റെ, കേരളത്തിൻ്റെ എല്ലാം സാംസ്കാരിക പൈതൃകം സൂക്ഷിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ച് പിടിക്കുവാൻ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ സംവാദത്തിൽ ക്രിയാത്മകമായും സജീവമായും പ്രേക്ഷകരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.